ഞാനാണ് മധു. ഒരു പ്രാവശ്യം എൻ്റെ പേരൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങൾക്കും എന്നെ ഇഷ്ടമാവും. എന്നെ കണ്ടാൽ ചിലപ്പോൾ വില്ലനായിട്ട് തോന്നിയെന്ന് വരാം, ബട്ട് അത് ഞാൻ പറയുന്നത് ശരിയല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. എല്ലാം എല്ലാമായ കർത്താവേ, ഈ ലോകത്തിലുള്ള എല്ലാ പാപങ്ങളും ചുമക്കുന്ന അവിടത്തേക്ക് ഞാൻ അറിയാതെ പോലും അവിടത്തേക്ക് ഭാരമായി മാറാൻ പാടില്ല. എൻ്റെ ജീവനുള്ളവരെയും ഒരു ദിവസം പോലും ഈ കുമ്പസാരക്കൂട്ടിൽ കയറാൻ ഇടവരുത്തരുതേ. ഈ ആശീർവാദം മാത്രം അവിടുന്ന് എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. എന്നെ അനുഗ്രഹിക്കണം മദർ. God bless you, my child. Excuse me, see there. സോറി മാഡം. മാഡം, ഇത് പൊതുസ്ഥലമല്ലേ മാഡം, ഇങ്ങനെയൊന്നും പ്രദർശിപ്പിക്കരുത്. ATM എന്ന് വെച്ചാൽ എന്താ മദൻ? ആവശ്യമില്ലാത്തതിൽ തലയിടുന്ന മദനെന്നർത്ഥം. ഒന്ന് പോടാ. എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്, ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യട്ടെ? നീ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോ, പക്ഷെ നിന്റെ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യും. ഒന്ന് സമാനപ്പെട, നമ്മുടെ കളക്ഷൻ ഒന്ന് ശരിയായിക്കോട്ടെ. ഊട്ടിയിൽ പഴയ പോലെ ക്രൗഡ് ഇല്ല. അതാ ഒരു പുതിയ മുഖം വരുന്നുണ്ട്, അവനെ അമുക്ക. സ്റ്റാപ്പ്. ആഹാ, ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് വലത്തോട്ട്, ആകാശത്തോട്ട് നോക്കൂ, ഭൂമിയിലോട്ട്. ആഹാ, സൂപ്പർ ഗുഡ്, സൂപ്പർ ഗുഡ് ഫിലിംസ് ഒന്ന് കേട്ടിട്ടില്ലേ? മദ്രാസിൽ RB ചൗധരിയാണ് പ്രൊഡ്യൂസർ. തമിഴ് പടങ്ങളിൽ പുതുമുഖങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചാണ്ടല്ലോ, അദ്ദേഹം നിങ്ങളെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്വന്തം മോനെ പോലെ നോക്കിക്കോളൂ. ചാൻസ് വന്നു തുടങ്ങിയുണ്ടല്ലോ, ഒരു കാതിലല്ല 2 കാതിലും കടുക്കയിടാം. ആ ക്യാമറ ഇങ്ങോട്ട് താപിള്ളേരെ. ആഹാ, ഈ മുഖം സ്ക്രീനിൽ വരുമ്പോ എങ്ങനെ ഉണ്ടാവും അറിയോ? അതൊക്കെ ശരി തന്നെ. ഈ ഫോട്ടോ എടുക്കുന്നതിന് എത്ര രൂപ തരണം മദൻ? എന്റെ പേര് നിങ്ങൾക്ക് അല്ല, നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ പേര് മാത്രമല്ല, നിന്റെ വംശം മുഴുവൻ എനിക്കറിയാം. ഓ, എന്റെ അപ്പൂപ്പൻ പുലിയെ വെടിവെച്ചു കഥ അറിയാല്ലേ? ചിറ്റപ്പം വേലക്കാരുടെ വേണ്ട, വലിയ വീടുകളിൽ ഇതൊക്കെ സാധാരണ അല്ലേ മോനെ? പിന്നെ എന്റെ ഡീറ്റെയിൽസ് എല്ലാം നിന്റെ ഫിംഗർ ടിപ്സിലുണ്ടല്ലോ. നീ ആരാണെന്നൊന്ന് പറയാമോ? ഞാൻ തന്നെയാടാ മധു. ഏത് മധു? കടയിൽ വിൽക്കുന്ന മധുവോ വാറ്റി വിൽക്കുന്ന മധുവോ? പഠിക്കുമ്പോ സാറിനോട് പ്രേം നസീറിനെ പോലെയാണ് സാറെന്ന് പറഞ്ഞ് സോപ്പിട്ട് പാസ്സായില്ലേ, അപ്പൊ അടുത്തിരുന്ന മധു ഞാൻ തന്നെ.
ആ മധുവാനോടാ നീ? എടാ മഹാഭാവി, തെണ്ടുൽക്കറുടെ ഹെയർ സ്റ്റൈൽ വന്നപ്പോ ആളെ മാറിപ്പോയല്ല. അതൊക്കെ പെട്ടെ, നിനക്ക് എങ്ങനെയുണ്ട്? നിന്റെ വീട്ടിൽ എന്താടാ ഇത്? നിന്റെ ഈ സ്വഭാവം ഇതുവരെ മാറിയില്ലേ? ചിങ്കിടുമണി, ഇതൊക്കെ ആരാ? ഇതൊക്കെ നമ്മുടെ ഗ്യാങ് തന്നെയാ. ദാ നിൽക്കുന്നില്ലേ, യവനാണ് കടുക്. യവനാണ് സിൽക്കിന്റെ പടം റിലീസ് ചെയ്യേണ്ട അന്ന് സ്കൂളിൽ മണി അടിച്ച് ലീവ് എന്നും പറഞ്ഞ് നമ്മളെ പടം കാണിക്കാൻ അങ്ങോട്ട് പോയി സസ്പെൻഡ് ആയവൻ. മനസ്സിലായി. യവനാണ് തെനാലി. ഷക്കീലയുടെ പടം റിലീസ് ചെയ്യേണ്ട നാരതി ഒഴിയണമെന്നും പറഞ്ഞ് സ്ക്രീനിൽ തീ പിടിപ്പിച്ച് തിയേറ്ററിൽ തന്നെ കത്തിച്ചവനാണ് യവൻ. ഇത് യവ ആരാണെന്ന് അറിയില്ല, പുതുമുഖമാണ്, കൂടെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ നീ കാപ്പി വാങ്ങിച്ചു തന്നാ ഞാൻ കഴിച്ചിട്ട് നിന്നോട് സംസാരിക്കാം. അത് ഞാൻ ചെയ്യണം. ജിങ്കടുമണി. ശരി ശരി. അല്ല, നിങ്ങളെല്ലാം പറയാൻ നമ്മുടെ വണ്ടിയിൽ വന്നോളൂ. നടരാജ സർവീസറാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അല്ല, നീ എവിടുന്നാ വരുന്നേ? ലണ്ടൻ. അയ്യോ, ലണ്ടനാ? അവിടുന്ന് ബൈക്കിലാണോ വരുന്നേ? ചുമ്മാ വാചകം. രേവതി. 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 ചോക്ലേറ്റ് കൊടുക്ക. എന്താ പേര്? ദീപ്. ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്. 3ലോ? ഒന്ന് പറയാൻ അറിയോ? ഒന്ന് പറഞ്ഞേ. അതെഴുതിയോ? ശ്വേത. സ്വീറ്റ് കൊടുക്ക. ആ പറ മോനെ, ആ പറ പറഞ്ഞേ. അവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്, ഒന്ന് എന്റെ കൂടെ വരൂ. ഒരു ഹോളി ബൈബിൾ വാങ്ങണം. നിന്റെ കൂടെ ചേർന്ന് ഞങ്ങൾ നിന്നെ പോലെ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. നീ വേണമെങ്കിൽ പോയിട്ട് വാ, ബട്ട് വൺ കണ്ടീഷൻ. പോയാൽ 1/2 മണിക്കൂറിനുള്ളിൽ വന്നിരിക്കണം ബൈ ഓർഡർ. അതുവരെ കോഫി ഡേയിൽ വെയിറ്റ് ചെയ്യും. നിങ്ങളെങ്കിലും വാ പ്ലീസ്. പോവാന്നേ. ഓക്കെ ബൈ. ഏയ്, ഹാഫ് ആൻ അവർ. ഓക്കെ, വരാം. ഹോസ്റ്റലിൽ നിന്ന് വെളിയിലിറങ്ങിയാൽ എത്ര ആശ്വാസ അല്ലേ? അത് ശരിയാ. ഏയ്, അങ്ങോട്ട് നോക്ക്. തലയ്ക്കെന്തോ കുഴപ്പമുള്ള പോലെ. അതെ ശരിയടി, അയക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ അവന് ശരിയാക്കി തരാൻ ഞാൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ? അതിന് തന്നെ അടി. 41, 42. ഹലോ, നിങ്ങൾ തന്നെയാ? Come on. കണ്ടില്ലടാ. ഹലോ. അപ്പൊ എന്നെ അല്ലേ? Come here. You. ഓ ഭാഗ്യവാൻ, ചെല്ല് കിട്ടും. അയ്യോ, ഊട്ടിയിൽ നമ്മളറിയാതെ ഇംഗ്ലീഷ് പടം ഷൂട്ട് ചെയ്യുന്നടാ. ആ ക്യാമറ ഇങ്ങോട്ട് എടാ വിടറാ. എന്താടാ ഇത്? ഇളനീര് സ്ട്രാ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് കുടിക്കുകയാണ്. How do you feel now? Don't expect all men to be alike. If dissing is illegal everywhere, but that doesn't mean men can be dissed by people like you. How dare you? Now you know that men can be daring too. അവളുടെ മൊത്തം ഇംഗ്ലീഷ് വായിലൂടെ വലിച്ചെടുത്ത കണ്ട. സൂപ്പർ പെർഫോമൻസ് മാഡം. ക്യാൻ യു ഡു ഇറ്റ് വൺസ് അഗൈൻ? എന്നാ പിന്നെ ഡൂപ്പിന് വെച്ചെടുത്താൽ മതി, ഞാൻ സ്നാപ്പ് എടുത്തോളാം. സിസ്റ്റർ പേര് നീ അൾട്രാ മോഡേൺ സ്ട്രക്ചർ, നീ ജെന്നിഫർ ലോപ്പസ് സിസ്റ്റർ, നീയും ഞാനും ഇനിമൽ മിക്സ്ചർ. നീ നടന്നാൽ ഉലഞ്ഞാൽ ഭൂമി കുലുങ്ങും, നീ പിരിക്കും വലയിൽ പെട്ടുപോകും ശുവൻ. നീ നടന്നാൽ ഉലഞ്ഞാൽ ഭൂമി കുലുങ്ങും, നീ പിരിക്കും വലയിൽ പെട്ടുപോകും ശുവൻ. ദം പകരാൻ മുന്നിൽ നീ വാ, ലവ് ഒന്നു കരാൻ പിന്നാലെ വാ. ദം പകരാൻ മുന്നിൽ നീ വാ, ലവ് ഒന്നു കരാൻ പിന്നാലെ വാ. ചുണ്ടിലുടക്കാതെ മിണ്ടി മയക്കാതെ ഹോട്ട് ലിപ്സാലേ പാസ് കൊടുക്കാതെ കയറി ഇറങ്ങി പോകാതെ ഞങ്ങൾ സിറ്റി ബസ്സിൽ അല്ലാതെ വേഗം കൂടെ
വായോ കറങ്ങാം വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ദമ്പകരാൻ മുന്നിൽ നീ വാ ലവ് നുകരാൻ പിന്നാലെ വാ ദമ്പകരാൻ മുന്നിൽ നീ വാ പിറന്ന പോലെ ഇവൾ ചിരിച്ചാൽ ആ ഡോക്ടർ കുഴഞ്ഞു പോ ബീച്ചിലൂടെ ഇവൾ നടന്നാൽ ഈ കണ്ണിനൊരു കാഴ്ചയാ SSLCക്ക് ഇവർ പഠിക്കും പോലെയാ പ്രണയകാലം ഉരുവിടുന്നത് തെരുവില് ഇവർ നടന്നു പോകയിൽ ഉടനടി ട്രാഫിക് ജാമെടാ എല്ലാരും ബ്യൂട്ടിയാ പൈനാപ്പിൾ പാച്ചിയാ എല്ലാരും ക്യൂബിൽ നിൽക്കയാ നിന്നെ കെട്ടി മെരുക്കുവാൻ ദം പകരാൻ മുന്നിൽ നീ വാ ലവ് മുകരാൻ പിന്നാലെ വാ വില്ലിരുന്നാൽ എൻ ചാരെ വാ കിലുങ്ങും പ്രായം നല്ല പോപ്കോൺ വിടർന്നപ്പോ അടി മൂടി തളിർത്തോ നേരം നിന്റെ കണ്ണിൽ കണ്ണം നുടക്കിയോ നെഞ്ചിൽ കൂടിയേറും നിന്റെ ഡിക്ഷണറിയിൽ എന്റെ പേരുനാളും ചേർക്കുമോ ലുക്കു വിട്ട് നിങ്ങൾ പോകും പിന്നാലെ കെട്ട് പൊട്ടി വീഴും മെന്റലായി ചാരെ ഒന്നു വരുമോ മാതകത്തിൽ കൂടമാ ഉള്ളം കയ്യിൽ പമ്പരം പോലെ എടുത്തു കറക്കും ഞാൻ ദം പകരാൻ മുന്നിൽ നീ വാ ലവ് മുകരാൻ പിന്നാലെ വാ വില്ലിരുന്നാൽ എൻ ചാരെ വാ എന്താടാ ഭയങ്കര ടെൻഷനിലാന്ന് തോന്നുന്നു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആണുങ്ങളും ഒരുപോലെ ആയിരിക്കില്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ, നടു റോഡിൽ വെച്ച് ഒരുത്തൻ നിന്നെ കിസ് ചെയ്തിരിക്കുന്നു. കിസ് അല്ലേടി ചെയ്തോളൂ, റേപ്പ് ചെയ്തില്ലല്ലോ. അതാണ് എത്ര വലിയ കാര്യം. തിരുത്താനേ പറ്റില്ല. ആദ്യം നീ ഒരു പെണ്ണായിട്ട് നടക്കാൻ നോക്ക്. ഞാനും അതിന് ശ്രമിച്ചോണ്ടിരിക്കാടി, സാധിക്കുന്നില്ലല്ലോ. പ്ലീസ് ഈ ഹൂക്കന്നിട്. തൊലിയിലെടുത്ത് എന്റെ ജീവൻ എടുക്കുന്ന എന്തിനാടാ ഇങ്ങനെ ചെയ്യണം? അവിടെ ഒരുത്തം പൊണ്ണത്തടിയായിട്ട് നിൽക്കുന്ന ആരാടേ? അവനാ ജിമ്മിന്റെ ഓണർ. അവന് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമാണെന്ന്. അപ്പൊ അവൻ തന്നെ നമ്മുടെ ടാർഗറ്റ്. അവൻ ജിമ്മ് വിട്ട് വരില്ലണ്ണ. ജിം ക്ലോസ് ചെയ്ത അവൻ വരുമല്ലോ. അതെങ്ങനെയാ ഇപ്പൊ പാര് എന്താ 2-3 പേര് ഒരുമിച്ച് ചവിട്ടുന്നത്? കണ്ണുറ നോക്ക്, ഞാൻ ഒരാളെ ഉള്ളൂ. ഒരാള് തന്നെ എന്തോന്നാ ചെയ്യുന്നത്? കണ്ടറിഞ്ഞൂടെ ഞാൻ സൈക്കിൾ ചവിട്ടുന്നത്. ബെല്ലില്ല, വീലില്ല, ലൈറ്റും ഇല്ല, പിന്നെ ഇതിനെങ്ങനെ സൈക്കിൾ പറയും? ഇത് ഓട്ടിക്കാൻ മാസം ജിമ്മിന് എത്രയാ ഫീസ് കൊടുക്കുന്നത്? മാസം 250 രൂപ കൊടുക്കുന്നത്. 250 വിവരം ഉണ്ടോ തനിക്ക്? അപ്പം വർഷം 3000 രൂപ. ആ 3000 രൂപ കൊടുത്ത് കടയിൽ പോയി ഒരു ഒറിജിനൽ സൈക്കിൾ വാങ്ങിച്ച് പേയാട് വരെ ഡെയിലി 2 ഷിഫ്റ്റ് അടിച്ചെന്ന് വെച്ചോ. തടി കുറയും, എക്സസൈസും ആവും, നിനക്കൊരു സൈക്കിൾ സ്വന്തമാവുകയും ചെയ്യും. ഇതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലടേ. ഓ, ഇത് നേരത്തെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാർ. ഇപ്പൊ തന്നെ ഞാൻ ജിമ്മ് വിട്ടു പോകും. 1 മിനിറ്റ് നില്ലേ. നീ ഇതുവരെ കൊടുത്ത പൈസ എല്ലാം ജിമ്മുകാരൻ തന്നില്ലെങ്കിൽ ഞാൻ ആളുകളെ ഇതെന്തോന്നടേ, ഒരു മഹാരാജ വെറ്റ് ഗ്രൈൻഡറും ബട്ടർഫ്ലൈ വെറ്റ് ഗ്രൈൻഡറും മത്സരിച്ചാട്ടുന്നത്. അവർ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. എന്താ മാഡം, ഇടുപ്പ് പളനിയിലെ പടിക്കെട്ട് പോലെ ഉണ്ടല്ലോ. ഇത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്. ടൈം വേസ്റ്റ്.
നിങ്ങളുടെ വീട്ടില് പശു ഉണ്ടോ? ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ആ പശുവിന്റെ മുമ്പിൽ പോയി കുത്തിയിരുന്ന് അതിന്റെ അകടി കുറച്ച് വെള്ളം തളിച്ച് പാല് കറന്ന് ആ പാല് കാച്ചി അത് ഉറവൊഴിച്ച് തൈരാക്കി ആ തൈര് കടകടാന്ന് കടഞ്ഞ് വെണ്ണയെടുത്ത് അത് ഉരിക്കാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ നെയ്യ് കിട്ടുകയും ചെയ്യും. ഓ, മാഡത്തിന്റെ ഇടുപ്പൊതുങ്ങി സിമ്രാനെ പോലെ ആവുകയും ചെയ്യും. അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഇടുപ്പും കുലുക്കിക്കൊണ്ട് വെറുതെ നിൽക്കുകയാണല്ലോ മാഡം. ഇത്രയും നാൾ ഈ മരമുണ്ടൂസിനൊന്നും അറിയാതെ പോയി. ഞാൻ പോയിക്കോട്ടെ. നോക്കുമോനെ, നിന്നാണ് സത്യം. ഞാൻ ഇനി ജിമ്മിന്റെ പരിസരത്തെ വരില്ല. ഒരു കാര്യം ചെയ്യൂ, ഓണറോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാ പോരെ. ഇവനാണ് ഓണർ. മോന് പാല് വേണമെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി. ഓക്കെ ഓക്കെ. അണ്ണാ, അവിടെ ഒരു റെസ്റ്റും ഇല്ലാതെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. നിക്ക് അവന്റെ അക്കൗണ്ട് തന്നെ ക്ലോസ് ചെയ്യാം. എന്താ തമ്പി, കല്യാണമൊക്കെ കഴിയില്ല? അടുത്ത മാസം. അതിനുവേണ്ടി ഈ ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കി. എന്ത് ചെയ്താലും പ്രയോജനം ഇല്ല. പുരുഷത്വം പോവുമെന്ന് ഡോക്ടർ മാത്യു വെല്ലൂർ എവിടെയോ എഴുതിയത് പോലെ. സാരമില്ല തമ്പി, നീ ചെയ്തോ? നീ ഓരോരുത്തരെ ജിമ്മിൽ ചേർക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെടും അറിയാമോ? നീ വന്ന് ഓരോരുത്തരായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. എത്ര മാസം? ജിം ഓപ്പൺ ചെയ്തിട്ട് എത്ര മാസമായി? 6 മാസം നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്തല്ലോ. ഇയാളുടെ ഷോൾഡറിന്റെ അളവെടുക്ക്. 52. സുരേഷ് ഗോപിയേക്കാൾ കുറച്ചും കൂടെ ഉണ്ട്. സുരേഷ് ഗോപിയോ? അതെ. ആ ക്യാമറ ഇങ്ങോട്ടാ. സുരേഷ് ഗോപി എൻ്റെ ഫ്രണ്ട് തന്നെയാ. അയാളുടെ ഒരു പടത്തിൽ ചേട്ടന്റെ ക്യാരക്ടറിന് ഒരാളെ വേണം. പുതുമുഖത്താണ് ആവശ്യം. പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. നോക്കൂ സാർ, ഈ ജിമ്മ് നടത്തുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഓക്കെ തന്നെയാ. നിങ്ങളുടെ സ്നാപ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് ഷാജി കൈലാസിന് അയക്കണം. ഇത് ലാൽ മീഡിയയിൽ അയച്ച് പ്രിന്റ് ഇട്ട് നെഗറ്റീവ് ഒക്കെ എടുക്കണതിന് ഒരു 500 രൂപ വേണം. 500ന്റെ ഒരു 10 എണ്ണം തന്നാ മതി. പെട്ടെന്ന് വാങ്ങിച്ചോട്ടോ. അല്ല, ഇതാരുടെ ബെയർ ബോഡി ആയിട്ട് ഊട്ടി? നമ്മുടെ മധു. ഈടെ മധു, നീ ഇങ്ങോട്ട് വാടാ. വാങ്ങിച്ചാടാ. എത്ര മനോഹരമായിട്ട് നീ അടച്ചു പൂട്ടിച്ചു. ഫൈനാൻസ് ടൈറ്റ് ആയതുകൊണ്ട് ഒരു നമ്പർ ഇട്ടതാ. നീ വാ, ഒരു പെഗ് വാങ്ങിച്ചു തരാം. അതൊക്കെ ശരിയാ. പക്ഷെ എപ്പോഴും ഇങ്ങനെ നമ്പർ ഇട്ട ഈ നാട്ടുകാരൊക്കെ വിശ്വസിക്കുമെന്നോ? സൂപ്പർ. പാവം, സിനിമാ ഭ്രാന്ത് എന്തൊക്കെ ചെയ്യിക്കുന്നെന്ന് കണ്ട. ഊടിച്ചു പോമോളെ. Oh, Jesus! Dad. Hello. Hello, Madhu. Hi, Dad. How are you, son? എനിക്കിവിടെ സുഖമാണ്. ഡാഡിക്ക് എങ്ങനെയുണ്ട്? I'm fine. അവിടെയെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടോ? ശ്രമിച്ചുകൊണ്ടിരിക്കുക ഡാഡി. ഒരു 2 മാസത്തിനകത്ത് ഒരു ഗുഡ് ന്യൂസ് അറിയിക്കാം. Come on. പെട്ടെന്ന് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പറ. ഞാനിങ്ങ് വന്നേക്കാം. I will call you later. Okay, Dad. Hi, ma'am. Hi, Mercy. It has come to my notice that you have contributed a lot in helping the people affected in tsunami in Thailand. I'm very happy to know about the dedication shown by you in this young age. May God bless you, Mercy. സോറി ഡൗട്ടാ, അറിയാതെ ചവിട്ടിയതാ. ഞാൻ കാരണം ഒരു ജീവനും വേദനിക്കാൻ പാടില്ല. ഓക്കെ? ബൈ പപ്പി. മേഴ്സി, നീ ബാഗ് എടുക്കാൻ മറന്നു.
എന്തിനാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എടാ, ലണ്ടനിൽ നീ ഒരുപാട് റിച്ച് ബാറുകൾ കണ്ടിരിക്കാം, എന്നാൽ ഇതാണ് ജനങ്ങൾക്ക് റീച്ച് ആവുന്ന ബാർ. ഒരുപാട് ഡിഫറന്റ് ക്യാരക്ടേഴ്സ്. കണ്ടോ ഒരു മിനിറ്റ് സാർ. അയ്യോ, ഇവിടെ വരുന്നവരെല്ലാം പാമ്പായിട്ട് പോകുമ്പോ സാർ മാത്രം എന്താ സ്റ്റഡി ആയിട്ട് പോകുന്നത്? അയ്യോ, പാമ്പായി. അടപ്പെല്ലാം വന്ന് വീഴുന്നല്ലോ. അപ്പൊ അത്രയ്ക്ക് അടിച്ച് കയറ്റിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡ്രിങ്ക്സ് അദ്ദേഹം സ്പോൺസർ ചെയ്ത് നീ ഇരിക്കും. എന്തോന്നറേ, വന്നതേ വൺ വേയില്, അതും വെള്ളം ഒടിച്ചിട്ടാ ഓടിക്കുന്നത്. ഒരു ട്രാഫിക് ഇൻസ്പെക്ടറോട് ചോദിക്കുന്ന ചോദ്യങ്ങളായത്. എന്താ വേണമെന്നോ? ഇവിടെ അടച്ച 500, കോടതി പോയ 1000. ഏതാ സൗകര്യം? ഇവിടെ ഇങ്ങതാ. താങ്ക് യു. എങ്ങനെയുണ്ട് 500 രൂപ? എന്ത് വേണമെങ്കിലും അടിച്ചോ. ഇവിടെ നീ തരികട കാണിച്ചല്ലേ? കഴിക്കാൻ എന്ത് വേണം സാർ? എനിക്കിപ്പോ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ തന്നേക്ക്. സൈഡ് ഡിഷ് വേണ്ടേ സാർ? സൈഡ് ഡിഷ് എനിക്ക് ഹാഫ് ബോയിലിന്റെ പകുതി എടുത്ത് പെപ്പർ വിട്ട് തന്നേക്ക്. നിനക്ക് വേണ്ട. ആ പിള്ളപ്പോ ശരി സാർ. വെള്ളോടി നിർത്തിയാടേ. ഈ ലവ് സൈഡ് എഫക്റ്റ് കാരണമാണ്. നിന്നെ പോലെ തന്നെ എല്ലാരും ലവ് ആരംഭിക്കുമ്പോ ആ പെണ്ണിന് വേണ്ടി എല്ലാം നിർത്തി വെക്കും. അവസാനം അവൾ എവനെ നിർത്തി വെച്ചിട്ട് വേറെ എവന്റെങ്കിലും കൂടെ സ്ഥലം വിടും. അവള് പോയാ പിന്നെ ഇവൻ വെള്ളം അടിച്ച് നടു റോഡിൽ തുണിയില്ലാതെ കിടക്കുന്ന കാണാം. ഇതാണടാ പെണ്ണെന്ന വർഗം. 7 days in a week. എന്തോന്നുള്ള 2 രൂപ നിസ്സാരമായിട്ട് ഭിക്ഷ ചോദിക്കുന്നത്? കുറഞ്ഞത് 2 കോടിയെങ്കിലും ചോദിക്കണ്ടേ? ചെന്ന് അമിതാഭ് ബച്ചനോട് ചോദിച്ചു. ഇതോ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് നീ പറഞ്ഞു സാറേ, നിങ്ങളെങ്കിലും 2 രൂപ തരണം. എന്താ ഇതൊന്നും ചോദിക്കാൻ അവിടെ ആരുമില്ലേ? ഏയ്, താനെന്താളെ തള്ളിയിട്ടെ? സാർ, ഇവനെ കുറിച്ച് സാറിന് അറിയില്ല സാർ. ഇവൻ നന്നായിട്ട് ജീവിച്ചവനാണ് സാർ. ഒരു പ്രേമം വരുത്തി വെച്ച വിനയാണ്. അവൾ ഇവനെ വിട്ടുപോയി. അതിനുശേഷം ഇങ്ങനെ വീട്ടിൽ പോകാറില്ല. അവരാരും അന്വേഷിക്കാറുമില്ല. വെള്ളം അടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ ഇവിടെ ഒന്ന് ശല്യം ചെയ്യാറുണ്ട് സാർ. ശരി, പോ. ശാന്തി എന്ന പേര് വെച്ച് എന്റെ മനഃശാന്തി കളഞ്ഞല്ലോടി. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. വാ. ഹാഫ് ബോയിൽ ചോദിച്ചിട്ട് ഹാഫ് ആൻ അവർ. ഇനി കോഴി മുട്ട ഇട്ടില്ലേ? ഇതെന്താ പെട്ടെന്ന് എലിചത്ത നാറ്റം അടിക്കുന്നത്? ഇവന് വേണ്ട എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. ഈയൊക്കെ ശരി. ഹാഫ് ബോയിൽ കഴിക്കോ സാറ്? ഫുൾ ബോയിൽ ഒഴിക്കടാ. മതി മതി മതി. സോഡയോ വെള്ളോ? തള്ളേ, വെള്ളം തൊടാതെ. നീ പ്രേമിക്കാൻ ആരംഭിച്ചു അല്ലേ? പ്രേമത്തിനൊരു സുഖമുണ്ട്, പക്ഷെ അതിലൊരു ദുഃഖമുണ്ട്. പ്രേമിക്കടാ, പ്രേമിക്കടാ, എല്ലാരും പ്രേമിക്കടാ. പ്രേമമില്ലാത്തൊരു ജീവിതം ഇല്ലടാ. എല്ലാരും പ്രേമിക്കടാ, എല്ലാരും പ്രേമിക്ക്, എല്ലാരും പ്രേമിക്കടാ. കണ്ടാടേ എങ്ങനെ ഇരുന്നവ ഇങ്ങനെ ആയെന്ന്. ഇനി നീ പ്രേമിക്കാൻ പോവാണ്. ശരിടാ, നീ ഇത് കഴിച്ചോണ്ടിരിക്കെ. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. മെഴ്സി, പൂവിക്കാൻ വന്ന പെൺകുട്ടിയോട് കോവിലും ദേവാലയം രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ മെഴ്സിയുടെ ഈ മനസ്സുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. മനുഷ്യൻ മനുഷ്യനോട് പോലും മര്യാദ കാണിക്കാത്ത ഇക്കാലത്ത് ഒരു നായ്ക്കുട്ടിയോട് കാണിച്ച അനുകമ്പ, അതും എനിക്കിഷ്ടമായി. എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ എന്നെ ഇംപ്രസ് ചെയ്ത ഒരേ ഒരു പെണ്ണ് നീയാ. സോ ഐ ലവ് യു. യു മസ്റ്റ് ലവ് മീ. ബൈ.
ഇവരകത്ത് കയറിയത് എന്താ എന്ത് പറ്റി? ഒരുത്ത വന്ന് മേഴ്സിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. എന്താടാ എന്താണ്ടായേ? ഡോണ്ട് വറി, ഓക്കെ, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. വാ. എനി പ്രോബ്ലം? മാഡം, ഒരുത്തൻ ഹോസ്റ്റലിനുള്ളിൽ ധൈര്യത്തോടെ വന്ന് നമ്മുടെ മേഴ്സിയോട് മോശമായിട്ട് സംസാരിച്ചിട്ട് പോയി. അവനെ ചുമ്മാ വിടാൻ പാടില്ല മാഡം. ഉടനെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം പ്ലീസ്. മേഴ്സി, ഇങ്ങനൊരു സംഭവം നടന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് മോളെ. അതുമാത്രമല്ല, നമ്മുടെ കോളേജ് ഹോസ്റ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 150 വർഷമായി. ഇതുവരെ ഒരു കാര്യത്തിനു വേണ്ടിയും പോലീസിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ടെന്ന് പറയുന്നത്. ഞാൻ ഉടനെ തന്നെ വാച്ച്മാനെ മാറ്റാം, ഫുൾ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. പ്ലീസ്. ഓക്കെ മാം. സർ. അയ്യോ എവിടെ അവൻ? നമസ്തേ ചൗധരി സാർ. അന്ന് നീ രക്ഷപ്പെട്ടു പോയി, ഇനി നീ രക്ഷപ്പെടില്ല. എന്താണ് നിന്റെ പേര്? എന്തായാലും എൻ്റെ പേര് പറയണ്ട, മധുവിൻ്റെ പേര് പറയാം. നിന്റെ പേര് പറയാം. എന്താണ് ഇത്ര ആലോചിക്കുന്നത്? സാർ, ആലോചിച്ചല്ല സാർ, പറയാൻ തന്നെ നാണക്കേടുണ്ട്. എന്തെന്നാൽ എൻ്റെ അപ്പൻ ചാരായക്കട ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ അതിൻ്റെ അടുത്ത് പെട്ടിക്കട ഇട്ടിരുന്നു സാർ. അപ്പം രണ്ടുപേരും തമ്മിൽ പിക്കപ്പായി ആ സെറ്റപ്പിൽ പറഞ്ഞവനാണ് ഞാൻ സാർ. ചാരായത്തിൻ്റെ ഓർമ്മയ്ക്കായി മധു എന്ന് പേരിട്ട് സാർ. എൻ്റെ അനിയൻ്റെ പേര് പെട്ടിരാജ. സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് എത്ര പേരാണ് നീ പറ്റിച്ചത്? പറ്റിച്ചിട്ടില്ല സാർ, ഞാൻ പറ്റിച്ചിട്ടില്ല. സത്യത്തിൽ എൻ്റെ കയ്യിലൊരു കഥയുണ്ട് സാർ, അത് കാശ്മീരിൽ ഷൂട്ട് ചെയ്യണം സാർ. എടുത്ത് തുലയ്ക്കാൻ വരുന്നില്ല എനിക്ക്? പറ്റിയില്ല സാർ, അവിടെ മറ്റേ ഷൂട്ടിംഗ് നടക്കുകയല്ലേ, അതുകൊണ്ട് ഈ ഷൂട്ടിങ്ങിന് പെർമിഷൻ തരില്ല. സ്ഥലം മാറ്റിയെടുക്കാൻ വരുന്നില്ലേ? സ്ഥലം മാറ്റായിരുന്നു സാർ. അമേരിക്കയിൽ ട്രേഡ് സെന്ററിന്റെ മുമ്പിൽ ക്യാമറയും വെച്ച് എല്ലാം ചെയ്യാനുള്ള പ്ലാൻ ചെയ്തതാ. ആ സമയത്താണ് ഫ്ലൈറ്റ് കൊണ്ടിടിച്ച് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു സാർ. അയ്യോ അയ്യോ, അന്യനിലെ പ്രകാശരാജിനെ പോലെ തന്നെ ഉണ്ട് സാർ. ഭയങ്കര ഭാവിയുണ്ട് സാർ. ഞാൻ ഉള്ളിൽ പോകുന്നതിന് മുമ്പ് വെളിയിലോട്ടൊരു ഫോൺ ചെയ്തോട്ടെ, വിത്ത് യുവർ പെർമിഷൻ. അതിന് റൂൾസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഹലോ, നടൻ ദിലീപാണോ? നിന്റെ ഫ്രണ്ട് തന്നെടാ ഞാൻ, ഡയറക്ടർ മധു കെ. മനസ്സിലായില്ലേ? എടാ, നീ ബാബാ കല്യാണം ചെയ്യുന്ന സമയത്ത് കമ്മീഷണർ വേണുഗോപാല സാർ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞില്ലേ? അതെ, അദ്ദേഹത്തിൻ്റെ നമ്പറും തരുമോ പെട്ടെന്ന്? 9 8 പിന്നെ ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടേ, ഞാൻ വിളിച്ചോളാം. നിന്നോട് പിന്നെ സംസാരിക്കും, ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഉണ്ട്. സാർ, കമ്മീഷണർ വേണുഗോപാൽ സാറോ? അങ്കിൾ, ഞാൻ മധുവാ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ചെറിയ പ്രശ്നത്തിലാ. ഏയ്, ഈ സ്റ്റേഷന്റെ പേരെന്താ? പൂന്തറയാ? ഇയാളെ വരാ എന്തോ വരാത്ത രാജനെന്നോ? വരദരാജൻ. അതെ, കട്ടായി ശബ്ദം വരുന്നു അങ്കിൾ. ഏയ്, കവറേജ് ഇവിടെ. വളരെ വീക്കാണ്. ലൈൻ്റെ മുകളിൽ തന്നെ നിൽക്കണേ. ഇതാ പറഞ്ഞു അങ്കിൾ, ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ കണ്ണൂര് വന്നിട്ട് വിളിക്കേ. കൊണ്ടുപാടേ. എങ്ങോട്ട് പോകണം സാർ? പെട്രോൾ തീരണവരെ പോകണം. എന്താ സാർ ഈ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ്. സോറി സാർ. സാർ, അയാൾ ഓട്ടോക്കാർ സ്ഥലം വിട്ടു സാർ. സാറിന്റെ ഫോണും കൊണ്ടുപോയി.
നിനവ് ചുറ്റി ഒരു കോട്ട കെട്ടി നിനവ് ചുറ്റി ഒരു കോട്ട കെട്ടി വെള്ളി മീനുകൾ ചിരി വിളക്കുമേന്തി വൈരമണിയും മണ്ഡപത്തിൽ പൊന്നിൻ മഞ്ചം തീർത്ത് അതിൽ നിന്നെ മാത്രം കണ്ടേ വാനിലെ വീതി നിനക്കൊരു പാൽനിലാപാത പോകാം വാനവിൽ തേടുവാൻ വേഗം നിനവ് ചുറ്റി ഒരു കോട്ട കെട്ടി വെള്ളി മീനുകൾ ചിരി വിളക്കുമേന്തി വൈരമണിയും മണ്ഡപത്തിൽ പൊന്നിൻ മഞ്ചം തീർത്ത് അതിൽ നിന്നെ മാത്രം കണ്ടേ പോൽ നിന്റെ ചിരിയതിൽ വീണുപോയി ഞാൻ ദേവലോകം പോലും ഇന്നു നിന്നെ വാഴ്ത്തിപ്പാടുമേ ഉലകിലഴകെല്ലാം ഇന്നൻ സ്വന്തമായ പോലെ എന്റെ സ്വന്തമായി നീവ എന്റേതാകുവാ അഴകെ നിൻ തോളോടു ചായാൻ കൊതിച്ചു ഞാൻ നിൻ പദം പനി നീർപ്പൂ പോലെ ചേരുമേ നിനവ് ചുറ്റി ഒരു കോട്ട കെട്ടി വൈരമണിയും മണ്ഡപത്തിൽ പൊന്നിൻ മഞ്ചം തീർത്ത് അതിൽ നിന്നെ മാത്രം കണ്ടേ ഹൃദയ നദിയിൽ നീള നീ നീന്തും നാളതേത് നെഞ്ചിന്നല വന്നെന്നെ ഉണരും നാളേത് നീ എന്റേതായി തീരുന്ന നീലരാവേത് മണ്ണിനെ സ്വർഗമായി മെല്ലെ മാറ്റി നീ മണ്ണിനെ സ്വർഗമായി മെല്ലെ മാറ്റി നീ എൻ കയ്യിൽ മെയ്യോട് ചേർന്നുറങ്ങടി നിനവ് ചുറ്റി ഒരു കോട്ട കെട്ടി വെള്ളി മീനുകൾ ചിരി വിളക്കുമേന്തി വൈരമണിയും മണ്ഡപത്തിൽ പൊന്നിൻ മഞ്ചം തീർത്ത് അതിൽ നിന്നെ മാത്രം കണ്ടേ വാനിലെ വീതി നിനക്കൊരു പാൽനിലാപാത പോകാം വാനവിൽ തേടുവാൻ വേഗം നിനവ് ചുറ്റി ഒരു കോട്ട കെട്ടി വെള്ളി മീനുകൾ ചിരി വിളക്കുമേന്തി
സിസ്റ്റർ എഴുന്നേക്കടി, എഴുന്നേക്ക. ആദ്യം പോയി കണ്ണാടി ഒന്ന് നോക്കിക്കേ. പോ. പ്രിയേ, എടി പ്രിയേ, എന്താടി ഇത് നിന്റെ വേലയാണോ? ഞാനല്ല. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ട് വന്ന് ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. മേഴ്സി, എന്താ? ഒരു തവണ എന്റെ പേരൊന്ന് ഉച്ചരിച്ചു നോക്ക്. നിന്റെ ഉള്ളിൽ ഒരു ലഹരിയായി. ഇത് തീർച്ചയായും വിദ്യയുടെ പണി തന്നെ ആയിരിക്കും. വിദ്യ, എവിടെയാണ് വിദ്യ? അവിടെയുണ്ട്. വാടി. വിടടി, വിടാൻ. ഇതെന്താ നടി? എനിക്കൊന്നും അറിയില്ലടി, ഇത് ഞാൻ എഴുതിയതൊന്നും അല്ല. ഇതാരാ എഴുതിയതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇത് എഴുതിയതാരാന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. എങ്ങനെയെന്നറിയോ? ഈ എഴുതിയിരിക്കുന്ന വാചകത്തിൽ അവളുടെ പേരുണ്ട്. ഒരു തവണ എന്റെ പേരൊന്ന് ഉച്ചരിച്ചു നോക്ക്, നിന്റെ ഉള്ളിൽ ലഹരിയായി ഞാനുണ്ടാകും. ആരുടെ പേരിലാടി ലഹരിയുള്ളത്? രമ്യ. റാം, കറക്റ്റടി, രമ്യ തന്നെയായിരിക്കും. രമ്യ എവിടെ? രമ്യേ, മേഴ്സി, നിനക്കൊരു ഫോണുണ്ട്. ഇപ്പൊ വരാം. ശരി. രമ്യ എവിടെടി? ഹലോ. ഹലോ. ഒരു തവണ എന്റെ പേരൊന്ന് ഉച്ചരിച്ചു നോക്ക്, നിന്റെ ഉള്ളിൽ ലഹരിയായി ഞാനുണ്ടാകും. ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാനാ, മധു. ഐ ലവ് യു. യു മസ്റ്റ് ലവ് മീ. ബൈ. എന്താടാ പറ്റിയേ? അവൻ തന്നെയാടി, അവൻ തന്നെയാ. അന്ന് ക്യാൻറ്റീനിൽ വന്നില്ലേ, അവൻ തന്നെ. പേര് മധു എന്നത്ര. ഇപ്പൊ ഫോണിൽ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണോ? എവിടെടി വാർഡൻ? എന്താ എന്താ എല്ലാരും കൂടെ? അവിടെ നോക്കണം മാഡം. അന്ന് ക്യാൻറ്റീനിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല മാഡം. അവൻ ഇന്നലെ രാത്രി ഞങ്ങളുടെ റൂമിൽ വന്നിരിക്കുന്നു. അന്ന് തന്നെ മാഡം കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? നിങ്ങളൊന്നും പാരമ്പര്യം അതും ഇതെന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടോളൂ. ഇനിയെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാഡം. പ്ലീസ്. ഹലോ, ഇൻസ്പെക്ടർ വരദരാജൻ സാറാണോ? ഇന്നലെ വന്നപ്പോൾ നിങ്ങളുടെ സെൽഫോൺ എടുത്തുകൊണ്ട് വന്നു സാർ. നോക്കണം സാർ, ഐ എം സോറി, ബൈ മിസ്റ്റേക്ക് സെൽഫോൺ മാത്രമേ കൊണ്ടുവന്നുള്ളൂ സാർ. ചാർജർ അവിടെ വിട്ടിട്ട് വന്നു. ഒരു കാര്യം ചെയ്യണം സാർ, ഒരു 8ന്റെ കൈവശം ആ ചാർജർ ഒന്ന് കൊടുത്തു വിടുവോ? എന്താ ചാർജർ ചോദിച്ചാൽ ലാത്തി ചാർജ് ചെയ്യുമെന്ന്? ഇതൊക്കെ വളരെ ഓവറാണ് സാർ. 60 രൂപയുള്ള ഒരു ചാർജറിന് ലോ ബാറ്ററി ആയതുകൊണ്ട് ചോദിച്ചതാ. ബൈ. ഹായ്. നിനക്ക് എവിടെ സെൽഫോൺ? ഒരു സെല്ലിനകത്ത് പോവേണ്ട സമയത്ത് ഒരു സെല്ല് കിട്ടി, അങ്ങനെ എസ്കേപ്പ് ആയി. ആ വരദരാജ ആളയച്ചെന്ന് തോന്നുന്നു. ഇനി കമ്മീഷണർ വേണോപാല സാർ വന്നാലും രക്ഷയില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നലെ രാത്രി ലേഡീസ് ഹോസ്റ്റലിൽ പോയത് പ്രശ്നമായെന്നാ തോന്നുന്നത്. ആരാടാ മധു? ഞാനാണ് സർ. നീ ആരാടാ, വലിയ റൗഡിയാണോ? ഇന്നലെ രാത്രി ലേഡീസ് ഹോസ്റ്റലിൽ പോയി എന്താടാ ഇത്? സാർ, ഞങ്ങൾ വലിയ വീട്ടിലെ പിള്ളേരാ, അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. ഇന്നലെ രാത്രി മുഴുവൻ പൂന്തറ പോലീസ് സ്റ്റേഷനിലായിരുന്നു. വലിയ വീട്ടിലെ പിള്ളേർക്ക് പോലീസ് സ്റ്റേഷനിൽ എന്താ കാര്യം? വലിയ വീട്ടിലെ പിള്ളേർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഫാഷനാണ് സാർ. നിങ്ങളെപ്പോലെ അവരും വിശ്വസിച്ചില്ല. പിന്നെ കമ്മീഷണർ വേണുഗോപാൽ സാറിന്റെ ബന്ധുക്കളാണെന്ന് അറിഞ്ഞപ്പോൾ വിട്ടയച്ച്. ഇതെല്ലാം ഞാൻ വിശ്വസിക്കണം? നിങ്ങൾ വിശ്വസിക്കണ്ട. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പൂന്തറ ഇൻസ്പെക്ടർ വരദരാജൻ സാറിന്റെ ചോദിച്ചാൽ എല്ലാം അറിയാം. ചെല്ലി വിളിച്ചോ, അങ്ങേര് പറഞ്ഞുതരും. ഹലോ, ഇൻസ്പെക്ടർ വരദരാജൻ സാറാണോ? ഇൻസ്പെക്ടർ വരദരാജൻ സ്പീക്കിംഗ്. ഓവർ. ഇൻസ്പെക്ടർ കുമാറാണ്. പറയ്. ഇന്നലെ രാത്രി നിങ്ങളുടെ സ്റ്റേഷനിൽ മധു എന്നൊരു പയ്യനുണ്ടായിരുന്നോ? മധു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇൻസൾട്ട് ചെയ്യരുത്. വലിയ വീട്ടിലെ കമ്മീഷണറുടെ റിലേറ്റീവ്. ഞാനും വെറുതെ തെറ്റിദ്ധരിച്ചു, പിന്നെ വിട്ടയച്ചു. ഇറങ്ങിയപ്പോൾ ഒരു സെൽഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, പക്ഷെ ചാർജർ കൊടുക്കാൻ മറന്നു. ഇനി ആ ചാർജർ കൊടുക്കോ? ശരി സാർ, കൊടുത്തേക്കാം. സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. റോങ് ഇൻഫർമേഷൻ, ക്ഷമിക്കണം. ഓവർ. എന്താടാ നടന്നോക്കെ? അയാൾ ആരോടെ സംസാരിച്ചത്? നീ ആരോടെ സംസാരിച്ചത്? ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി കുറച്ചു നേരത്തിനകം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പോലീസെ കൺഫ്യൂസ്ഡ് ആവും. അതിനു മുമ്പ് എനിക്ക് എസ്കേപ്പ് ആവണം. എങ്ങോട്ട് പോകുന്നു? ഉള്ളവന് എസ്റ്റേറ്റ്, ഒന്നുമില്ലാത്തവൻ ഓൾ സ്റ്റേറ്റ്. വേറെ സ്റ്റേറ്റിൽ വേറെ സ്റ്റാറ്റസോടെ നിന്നെ മീറ്റ് ചെയ്യാം. ബൈ. ഹലോ ഷാരൂഖ് ഖാൻ. എന്താടി പറയുന്നേ? നോ വേ. പോവാടി.
ഡിസ്റ്റർബ് ചെയ്തതും ഇവൻ തന്നെയാ. ഇറ്റ്സ് ഓക്കെ. ഹായ്. ഹായ്. എന്താടി എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? അവനെ ആലോചിച്ചാണ് നീ പേടിക്കുന്നതെന്ന് എനിക്കറിയാം. ഇങ്ങനെ നോക്ക്, ഈ ആഴ്ച നമ്മൾ എക്സാം കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് പോവല്ലേ? അവിടെ അവൻ വരാനാ പോകുന്നേ. ഒരു ചുക്കും നടക്കത്തില്ല. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. കം ലെറ്റ്സ് ഗോ. എക്സാം കഴിഞ്ഞാൽ നാളെ അവൾ നാട്ടിലേക്ക് പോകും. പിന്നെ നീ എന്ത് ചെയ്യും മധു? ഞാൻ 1 മുതൽ 10 വരെ എണ്ണം. അതിനു മുമ്പ് നീ ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇവിടെ കൊല്ലേണ്ടി വരും. 10, 9, 8, 7, 6, 5, 4, 3. എസ്തറിനെ അവൻ ഇപ്പൊ കൊല്ലുവടേ. ഐ ലവ് യു എന്ന് പറയടി ഐ ലവ് യു എന്ന്. 2, 1. എന്ത് വേണമെങ്കിലും ചെയ്യും മേഴ്സി. ഐ ലവ് യു. മെഴ്സി, കരയാതെ മെഴ്സി. Come on, control yourself. വാ. Don't cry, മെഴ്സി. ഇരിക്ക്. പ്ലീസ് കരയാതെ മെഴ്സി. പ്ലീസ് കരയാതെ. ആരാണ് അവൻ? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മെഴ്സി ഇങ്ങനെ നോക്ക്. നടന്ന സംഭവങ്ങളൊന്നും നീ കാരണമല്ല. പിന്നെന്തിനാ അത് തന്നെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഈവനിങ് നിന്റെ ഡാഡി ഫോൺ ചെയ്തിരുന്നു, അറിയാമോ? നീ തീർച്ചയായും നാളെ തന്നെ തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്താ ഓക്കെ അല്ലേ? കരയാതടാ. ശരി, നാളെ നമ്മൾ എല്ലാവരും നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, സോ നടന്നതെല്ലാം മറന്നിട്ട് സമാധാനമായിട്ടിരിക്കും. എന്തു പറയുന്നു? എടാ മധു, നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി നിന്റെ ജീവിതം നീ നശിപ്പിക്കുകയാണോടാ? എടോ, 650 സ്റ്റുഡൻസ്, 46 പ്രൊഫസേഴ്സ്, 5 അറ്റൻഡർ, 2 വാച്ച്മാൻ, 2 വാർഡന്മാരുള്ള കോളേജ് ക്യാമ്പസിൽ ഞാൻ ആരെങ്കിലും കുത്തിയ അവരെന്നെ വെറുതെ വിടുവോ? ഈ വേദന അവൾക്കും ഉണ്ടാവിടോ? നിശ്ചയമായി അവളെന്നെ തേടി വരും. പോടാ, നീയും നിന്റെ ഒരു പ്രേമവും. എടാ മധു, നീ പറഞ്ഞതുപോലെ നിന്റെ മേഴ്സി വരുന്നുണ്ടടാ. കലക്കടാ മധു. ഓക്കെ. വരൂ മേഴ്സി. ഹലോ ഡോക്ടർ. ഹൗ ആർ യു? ഫൈൻ. പ്രാക്ടിക്കൽ എക്സാമിൽ ഒരുപാട് സഹായിച്ചു. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. എക്സാം എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു ഡോക്ടർ. ഇന്ന് നാട്ടിലേക്ക് പോവാ. അങ്ങനെയാണോ? ഓക്കെ മേഴ്സി. താങ്ക് യു. വരട്ടെ ഡോക്ടർ. ഓക്കെ. ഏയ് നിക്ക്, എന്തേ കാണിക്കണോ? അവിടെ നിൽക്കാൻ. സന്തോഷമായിട്ട് പോയിട്ട് വരണം. ഓരോ നിർത്തി വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.
ഹായ് ഡാഡ്. ഡാഡ് ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നാ. 8 മണിക്ക് അവിടെ എത്തും. ഓക്കെ ബൈ ഡാഡ്. എനിക്കൊരു മറുപടി പറയാതെ നിന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. നീ സ്നേഹിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയില്ല. ഞാൻ ആരാണെന്നറിഞ്ഞ നീ തന്നെ പിന്മാറും. എൻ്റെ നാട് മാഹി. എൻ്റെ അച്ഛൻ്റെ പേര് സേവിയർ ഫെർണാണ്ടസ്. ഇതാരാ ജെനീഫറോ? വന്നാ ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, സ്കൂളിലെത്താൻ സമയമായി. വരട്ടെ. എന്നാ ശരി. എന്താ എന്താടാ നീ ഇങ്ങനെ ഓടിക്കതച്ച് വരുന്ന? എന്താ എന്താ കാര്യം? എന്താടാ സേവിയർ ജയിലിൽ നിന്ന് വരുന്നെന്നാ? അണ്ണ വാണ, അണ്ണൻ വന്നതിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അണ്ണ ഈ നാട്ടിലില്ലാത്തോണ്ട് ഇവിടെ ഒരു രസമില്ലണ്ണ. അണ്ണൻ പഴം കഴിയണ്ണ, ഒരെണ്ണം കൂടെ തരട്ടാ അണ്ണ. ചുമ്മാ കഴിയണ്ണ. അണ്ണന് സ്ട്രോങ് ചായ അണ്ണ. എന്താ അണ്ണ വേണ്ടേ? ഇതണ്ണ, ഇതൂടെ കഴിയണ്ണ. ഇയാളെ കാണുമ്പോ താരെ വരുന്നല്ലോ. ഓ ഭാഗ്യം, ആരും കണ്ടില്ല. അവിടെ നിൽക്കേ, ഞാനാ പറയുന്നത് അവിടെ നിൽക്കാൻ. സേവിയർ അവിടെ നിൽക്കേ, അടുത്ത് വരരുത്. മാസത്തെ ജയിൽവാസം കഴിഞ്ഞു വരുക. ഏതോ ഒരുത്തിയെ തൊട്ടതിന് നീ സാക്ഷി പറഞ്ഞല്ലേ? ഇപ്പോ നിനക്ക് സാക്ഷി? ജെന്നിഫർ, ഇതാടി ഞാൻ നിനക്ക് തരുന്ന സമ്മാനം. ഫാദർ, ഒന്നുകിൽ സേവിയർ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഈ നാട് വിട്ടു പോകും. സഭ വിളിച്ചു കൂട്ടി ഒരു നല്ല തീരുമാനം എടുക്കണം ഫാദർ. ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം വേണം. ജെന്നിഫർ, നടന്ന സംഭവങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് മനസ്സ് വിഷമിക്കരുത്. കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ. അപമാനിക്കപ്പെട്ട ജെന്നിഫർ എടുക്കുന്ന തീരുമാനം ഞാനും ഈ തിരുസഭയും അംഗീകരിക്കുന്നതാണ്. ഫാദർ, ഞാൻ കർത്താവിനെ സേവിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എന്നാ ഇപ്പോഴിങ്ങനെയൊന്നും സംഭവിച്ച സ്ഥിതിക്ക് ഇനി എനിക്കതിന് സാധിക്കില്ല ഫാദർ.
സേവിയർ, നിനക്ക് കല്യാണമാണടാ. സേവിയറിനെ വിവാഹം ചെയ്യുന്നതിന് പൂർണ്ണ സമ്മതമാണോ? സമ്മതം ഫാദർ. സേവിയർ, ജെനിഫറെ വിവാഹം ചെയ്യുന്നതിൽ പൂർണ്ണ സമ്മതമാണോ നിങ്ങൾ? സമ്മതം ഫാദർ, സമ്മതം. എന്തോ ആടി നീ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആടി ഇങ്ങോട്ട് അവിടെ കിടക്ക്. ക്ഷമിക്കണം കർത്താവേ. ഞാനും ഇവരെ പോലെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ എന്റെ ജീവിതം ഇങ്ങനെ മാറ്റിക്കളഞ്ഞല്ലോ കർത്താവേ. ഒന്നുമില്ല, പേടിക്കാതെ. ഞാൻ പ്രസവിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് എന്റെ കൂടെ തന്നെ വേണം. മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത അദ്ദേഹത്തിന് ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴുണ്ടാകുന്ന വേദന എന്താണെന്ന് മനസ്സിലാകണം. ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക. വേദനിച്ചു കിടന്ന് വിളിക്കുന്നു. ഇവൻ ഇവിടെ ഉറങ്ങുന്നു. എടാ സേവിയറെ, നിന്റെ പെണ്ണിന്റെ പ്രസവ സമയത്ത് നീ അവിടെ വേണമെന്നാ അവിടെ പറയുന്നേ. എടാ വാടാ. അത് കൊള്ളാം. എത്രയോ പേരുടെ മരണം ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നത്. ഒരു ജനനം അത് നേരിട്ടൊന്ന് കണ്ടേക്കാം. വാ വാ വാ. കുറച്ച് സമാധാനപ്പെടുമോ? എന്താ ഇനിയും എന്ത് ചെയ്യാനാ? പ്രസവം കരയാതെ മോളെ. കണ്ടു കളയാം. കരയാ. ജനി, ജനി, എന്തിനാ കരയുന്നത്? പ്രസവ വേദന എന്ന് പറഞ്ഞ ഇതാടാ. ഇത്ര വേദന? നീ ഒന്ന് സമാധാനിപ്പിക്കടാ. ജനി, കർത്താവിനെ നോക്ക്. കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് എല്ലാം ശരിയാക്കും. പ്രാർത്ഥിച്ചോളെ. ഒന്ന് സമാധാനിക്കണോ? പേടിക്കണ്ട, ഒന്നും ആവില്ല. ഒരാപത്തും വരത്തില്ല, ഒന്നും വരത്തില്ല. പേടിക്കാതെ. ഞാനില്ലേ കൂടെ, ഞാനില്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്യ വേഗം. കൊണ്ടുപോയിങ്ങോട്ട്. ജനി, നമ്മുടെ കുഞ്ഞിനെ നോക്ക്. കണ്ണു തുറക്ക്. ജനി, ഇതാ നമ്മുടെ മോള്. നമ്മുടെ മോള് എത്ര സുന്ദരിയാണെന്ന് നോക്ക്.
മോളെ നോക്ക്, നിന്നെ പോലെ സുന്ദരിയാണ് അവൾ. ജെനി, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് ഇത്രയും വേദന ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ജെനി. ഞാനിനി പഴയ സേവിയർ ആയിരിക്കില്ല. നീ നോക്കിക്കോ, ഞാൻ എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാകും. മോളെ നീ ആർക്കു വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു, അതേ കർത്താവിന് നമ്മുടെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് സത്യം ജെനിഫർ, ഇത് സത്യം. So, you must leave me. മെഴ്സി, നീ പറയുന്നത് കേട്ട് നിന്നെ വിട്ടിട്ട് പോകാൻ ഞാൻ ജീവിച്ചിട്ട ബുദ്ധനുമല്ല, നീ മദർ തെരേസയുമല്ല. നമ്മൾ സാധാരണ മനുഷ്യരാ. ഇന്ന് എന്നോട് നിനക്ക് പ്രേമമില്ലായിരിക്കാം, എന്നെങ്കിലും ഒരു ദിവസം അതുണ്ടാകും. Still I love you. You must love me. ജെനി, തെണ്ടി നടന്നിരുന്ന ഞാൻ ഇന്ന് മാഹിയിലെ ഏറ്റവും വലിയ ചെമ്മീൻ ബിസിനസ്സുകാരനാണ്. ഈ വീട്, സമ്പത്ത്, പ്രശസ്തി എല്ലാത്തിനും കാരണം നിന്റെ ആത്മാവിൻ്റെയും കർത്താവിൻ്റെയും അനുഗ്രഹം കൊണ്ടാണ്. നീ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ മോളെ കർത്താവിൻ്റെ മണവാട്ടിയാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ മേഴ്സിക്ക് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടും. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. നീ അവളെ അനുഗ്രഹിക്കണം. ഹലോ സേവിയർ. ഹായ്. ഹലോ ശങ്കർ, വരണം വരണം. മോളുടെ ബർത്ത്ഡേ വളരെ ഗ്രാൻഡ് ആക്കിയല്ലോ. അതെ അതെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. താങ്ക്സ്.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ഫാദർ, പ്ലീസ്. എവിടെ പോയി? എവിടെ ഇരിക്കുന്നേ? ആഹാ, നീ എന്താ ഊമയാണോ? എന്നോട് പ്രേമമെന്ന് പറയാൻ കഴിയാത്തതെന്താ? ചേച്ചി, കേക്ക് മുറിക്കാൻ സമയായി. ഹായ് പപ്പിക്കുട്ടി, വാ. ഹലോ ഫ്രാൻസിസ്, സുഖാണോ? മെഴ്സി, ഫാദറിന്റെ ആശീർവാദം വാങ്ങിക്കേ. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ചൈൽഡ്. ഓക്കെ, കേക്ക് മുറിക്കും മോളെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മെഴ്സി, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God shower all blessings on you. Thank you very much. All the best. ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. ചിരിക്കും മുഖങ്ങൾ സ്നേഹമേ
ഹലോ ചേച്ചി, ചേച്ചിക്കാ ഫോൺ. എനിക്കോ? ഗുഡ് നൈറ്റ് ചേച്ചി. Okay, good night. ഹലോ. Hi Mercy. Many more happy returns of the day. നീ ഏത് ലോകത്തിലാണെങ്കിലും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. Mercy, I love you. ആരാ മോളെ ഫോണിൽ? എസ്തർ ഉണ്ട്. എന്താടാ ഒരുമാതിരി ഇരിക്കുന്നത്? എന്നെ ഡിസ്റ്റർബൻസ്? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. പോ മോളെ, പോയി റെസ്റ്റ് എടുക്ക്. ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ അങ്കിൾ, ഞാൻ എസ്തറ. ഹായ് എസ്തർ, പറയൂ. ട്രൈ ചെയ്യാ, ലൈൻ കിട്ടുന്നേ ഇല്ല. ഒന്ന് മെഴ്സിക്ക് കൊടുക്കൂ അങ്കിൾ, ബർത്ത്ഡേ വിഷ് ചെയ്യാനാ. ഹലോ അങ്കിൾ. ഹലോ. സോറി മോളെ, അവൾ ഉറങ്ങി. കാലത്തെ വിളിക്കും മോളെ. ഓക്കേ അങ്കിൾ, ബൈ. ബൈ. ജെന്നിഫർ, ഞാൻ കുറ്റം പറയല്ല, ബട്ട് നമ്മുടെ മോള് ഇതാദ്യമായിട്ടാ എന്നോട് നുണ പറയുന്നത്. ജെന്നി, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. കുറ്റമല്ല പറയുന്നത്, കുറ്റമല്ല ജെന്നി. നീ വേണം അവൾക്കിനി കാവലായിട്ട്. പ്ലീസ് കാത്തുകൊള്ളണം. ഗുഡ് നൈറ്റ് ജെന്നിഫർ. ഹലോ സേവിയർ. എന്താ ശങ്കർ? എന്താണ് ഒരുമാതിരി ഇരിക്കുന്നത്? അതേടാ, മനസ്സ് ശരിയല്ല. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതുവരെ എന്നോട് നുണ പറയാത്ത മേഴ്സി വേറെ ആരോടോ ഫോണിൽ സംസാരിച്ചിട്ട് എസ്തറിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത പേടി തോന്നുടാ. അവൾക്കിനി വല്ല ലവ് അഫെയറോ മറ്റോ. ബ്ലഡ് റാസ്കൽ, ദൈവത്തിന്റെ കുഞ്ഞിനെ സംശയിക്കുന്നുടാ. ഇന്നലെ എന്തെങ്കിലും ടെൻഷനിൽ അവൾ അറിയാതെ പറഞ്ഞതായിരിക്കും. അത് വലിയ കാര്യമായിട്ടെടുത്തോ. കമോൺ. സോറിടാ. എന്തായിരുന്നാലും നീ പഠിച്ചവനല്ലേ. ഞാൻ പഴയ 4ാം ക്ലാസ്സുകാരൻ. മെഴ്സിയോട് നിനക്കുള്ള വിശ്വാസം കണ്ട് സത്യത്തിൽ അഭിമാനം തോന്നുന്നടാ. ഏയ്, എണീറ്റ് വാടാ എൻ്റെ കൂടെ. ഹായ് അങ്കിൾ. ഹായ്, ഐ ആം പീറ്റർ. നിങ്ങളുടെ വീടിനടുത്തുണ്ടായിരുന്നില്ലേ ലൂക്കോസ്? അദ്ദേഹത്തിന്റെ മകനാ. ഞാനും മമ്മി ഇപ്പൊ ചെന്നൈയിലാ. ഓഹോ, ഇവിടെ അച്ഛൻ വളർന്ന സ്ഥലമല്ലേ, കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചതാ. മമ്മി നിങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അങ്കിൾ, ബൈ അങ്കിൾ, മീറ്റ് യു സൂൺ. ഏത് ലൂക്കോസടാ? അറിയില്ല. ലെറ്റ്സ് ഗോ. കം ഓൺ. കണ്ണും മുക്കും കാണാതെ കിടക്കുന്നത്. നോക്കി നടക്കണ. മോനെ, നീ? ഞാൻ തന്നെ അങ്കിൾ, പീറ്റർ. ഇന്നലെ നമ്മള്. ഓ യെസ്, പീറ്റർ. എന്നേക്കാൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ ഇന്നാ കാണുന്നത്. വലിയ സന്തോഷമായി. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിനക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ അങ്കിൾ. വാ. മെർസി, മെർസി. ദിസ് ഈസ് പീറ്റർ. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി സേവനം ചെയ്യുന്നവൻ. ഇതെന്റെ മോള് മെർസി. സ്തോത്രം. സ്തോത്രം. അങ്കിൾ, ഹു ഈസ് ദിസ്? ഓ, രേണു. അടുത്ത വീട്ടിലെ കുട്ടിയാ. എന്റെ മോളെ പോലെയാ. ഇരിക്കു പീറ്റർ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നോ അങ്കിൾ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കർത്താവിനെ മാത്രം സ്നേഹിക്കുന്നവരാ. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ സെബാസ്റ്റ്യൻ? ചേച്ചി, ഞാൻ വീട്ടിലേക്ക് പോവാ. പറയുന്ന കേക്ക്.
എന്താ ഷോക്കായിപ്പോയോ? എൻ്റെ അടുത്തുനിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിനക്ക് നിന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ല നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി പറഞ്ഞോ. ഓ ജീസസ്, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ സെബാസ്റ്റ്യൻ? ആ പീറ്റർ, ഇരിക്കൂ ഇരിക്കൂ. നമ്മുടെ പറമ്പിലെ ഇളനീര് കുടിക്കൂ. താങ്ക് യു. കുടിക്കൂ. കുടിക്കേ. എങ്ങനെയുണ്ട്? മെഴ്സി, പീറ്ററിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് ചുറ്റി കാണിക്കേ. ഡാഡ്, എനിക്ക് അമ്മയുടെ കല്ലറ വരെ ഒന്ന് പോണം. ജോൺ വരും, ഞാൻ പോയിട്ട് വരാം. ഓക്കെ മോളെ, മോളെ സൂക്ഷിച്ചു പോണം. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇവളാ. എൻ്റെ ലക്ഷ്യവും ഇവള് തന്നെയാ. സൂക്ഷിച്ചു വേണം. ചേച്ചി പ്ലീസ് ചേച്ചി, എനിക്ക് കാല് വേദനിക്കുന്നു. ചേച്ചി പോയിട്ട് വാ. ശരി, ക്യാൻഡിൽ ഇതാ. നല്ലവനാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ മകൾക്കത് വശമില്ല. പ്രേമിച്ചാലല്ലേ കുറ്റമുള്ളൂ. നിന്നെ ബലാത്സംഗം ചെയ്ത വേണ്ട, അടുത്ത് വരണ്ട. മേഴ്സി, 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 ഞാൻ വെറുതെ തമാശ കാണിച്ച മേഴ്സി. അയ്യോ, രക്തം. നീ എന്നെ തൊട്ടാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ചേച്ചി നെറ്റിയിലെ രക്തം. ഒന്നുമില്ല. ആരാ ചേച്ചി ഇവൻ? ചേച്ചി ഉപദ്രവിച്ചോ ഇവന്? വേണ്ട, വാ. ഞാൻ തൊട്ടാൽ നീ ചത്തുകളയോ? എന്നാൽ നീ തൊടാതെ ഞാൻ ചാകില്ല മേഴ്സി. ആ മെഴ്സി, അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ അല്ലേ? എന്താ മോളെ, എന്താ മോളെ, എന്താ ഇത്? രക്തം വരുന്നു. സെബാസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. എങ്ങനെ പറ്റിയത് ഇത്? ഒന്നുമില്ല, ബൈക്ക് സ്കിഡായതാ. ബൈക്ക് സ്കിഡായോ? അങ്കിൾ, എന്താ മോളെ, സൂക്ഷിച്ചു പോകണ്ടേ? നീ ഇനി ബൈക്ക് എടുക്കേ വേണ്ട. ശരി, നോക്കട്ടെ നോക്കട്ടെ. ചെറിയ നീറ്റിലേ ഉണ്ടാവൂ. അത്ര ഉള്ളടാ. യാ, ഗ്രേറ്റ് ഗോഡ്. കമോൺ, കം കം. മോള് പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ഓക്കെ? ഏയ് പോ, നീ പോ, നീ പോ. ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ, നീ പോയിട്ട് പിന്നെ വാ. ഓക്കെ? മെഴ്സി, നീ ഇപ്പൊ ബൈബിളൊന്നും പഠിക്കണ്ട, നന്നായിട്ട് ഉറങ്ങാൻ നോക്ക്. ശരി ഡാഡി. അങ്കിൾ, ഏയ് എന്താടാ? ചേച്ചി അങ്കിളിനോട് ഇപ്പം കള്ളം പറഞ്ഞതാ. എന്താടാ പറയുന്നേ? ഞാനും ചേച്ചി ഇവിടുന്ന് പോയില്ലേ? മല കേറുമ്പോ എന്റെ കാല് വേദനിച്ചു. ചേച്ചിയോട് പോവാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കൊറേ നേരമായിട്ടും ചേച്ചിയെ കാണാനില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മുകളിൽ പോയി നോക്കാന്ന്. എന്നിട്ട് ഞാൻ പോയി നോക്കി. അവിടെ ചേച്ചിയുടെ അടുത്ത് ഒരുത്തൻ സംസാരിക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോ ചേച്ചി കരഞ്ഞോണ്ട് എന്റെ അടുത്ത് ഓടി വന്നു.
അപ്പൊ ചേച്ചിയുടെ നെറ്റ് മുറിഞ്ഞിരുന്നു. ഞാൻ അവനെ കല്ലെടുത്ത് എറിയാൻ പോയപ്പോ ചേച്ചി എന്നെ തടഞ്ഞു. അവനെ ഇനി കണ്ടാൽ നിനക്ക് മനസ്സിലാകുമോ? കണ്ടാ മനസ്സിലാവും അങ്കിൾ. ജോൺ, അവന്റെ മുഖം നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട് അങ്കിൾ. നമസ്കാരം സാർ. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എല്ലാരെയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ. അല്ല പീറ്റർ, നീ എന്താ ഇവിടെ? ഇല്ലെങ്കിൽ ചർച്ചിലേക്ക് പോകായിരുന്നു. ഇവരെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഐ എം വെരി സോറി പീറ്റർ. അതൊന്നുമില്ല, എൻ്റെ മോളെ ഏതോ ഒരുത്തൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ. ഐ എം വെരി സോറി. It's okay. വാസു, ഇങ്ങ് വാ, പുള്ളിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വാ. ശരി. ഓക്കെ പീറ്റർ. ബൈ അങ്കിൾ. ബൈ ബൈ. സി. ജോൺ, പെട്ടെന്ന് വാ. വാ മോനെ, നന്നായിട്ട് നോക്കിയിട്ട് പറ, ഇവരിൽ ആരെങ്കിലും ആണോന്ന്. പറയേ. ഇതിലെ ആരും അല്ല അങ്കിൾ. ഹായ്. ഞാൻ ഇതുവരെ മനസ്സറിഞ്ഞ ഒരു പാപവും ചെയ്തിട്ടില്ലമ്മേ. പക്ഷെ എന്നെ ഇപ്പോൾ ഒരുത്തൻ സദാ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അമ്മേ, അവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലമ്മ. പ്ലീസ് പ്ലീസ് സേവ് മീ പ്ലീസ്. Come on, Messi. Yes, thank you. Oh. Happy Christmas. Happy Christmas. Bye bye. Merry Christmas. എന്ത് ഗിഫ്റ്റാ മോളെ നിനക്ക് കിട്ടിയത്? അറിയില്ല. മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
വേണം നിന്നെ എനിക്ക്. എ ഗിഫ്റ്റ് ഫ്രം സാന്റാ ക്ലോസ്. ആ, നിന്റെ ഗിഫ്റ്റ് എന്താണ്? ഓ, ബൈബിളാണോ? ഹായ്. 2-ാം അധ്യായം 18-ാം വചനം. ദൈവമായ കർത്താവ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകുമെന്ന് അരുളിച്ചെയ്തു. ഈ നല്ല ദിവസത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്ത ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 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 നമ്മുടെ പീറ്റർ. അങ്കിൾ, അങ്കിൾ, ഇവനാ ചേച്ചിയുടെ അടുത്ത്. ഡാഡി, എന്നെ പറ്റിക്കാൻ നീ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? എന്റെ മകളെ നീ ചീറ്റ് ചെയ്തു, കർത്താവിനെ നീ ചീറ്റ് ചെയ്തു അല്ലേ? നീ മനുഷ്യനാണോടാ? നീ ഇനി ഒന്നും പറയണ്ട. നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇല്ല ഫാദർ, നിങ്ങൾക്കറിയില്ല ഇവൻ എന്താ ചെയ്തതെന്ന്. സേവ്യർ, ഒന്ന് സമാധാനിക്കും. നീ ഒരു സത്യക്രിസ്ത്യാനിയല്ലേ? ഫാദർ, അവൻ എന്നെയാണ് അടിച്ചിരുന്നതെങ്കിൽ മറുകരണം കാണിച്ചു കൊടുത്ത് ഞാൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഇവൻ ആക്ഷേപിച്ചത് എന്റെ മകളുടെ മനസ്സിനെയും നമ്മുടെ മതത്തെയുമാണ്. കൺട്രോൾ യുവർസെൽഫ്. എനിക്ക് കഴിയുന്നില്ല ഫാദർ. പ്ലീസ് ഫാദർ. ബ്രദർ, സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നീ തിരഞ്ഞെടുത്ത പെണ്ണും സ്ഥലവുമാണ് തെറ്റായിപ്പോയത്. വേണ്ട, ഇവിടം വിട്ടു പോയേക്കാൻ. സോറി ഫാദർ. ഭൂമിയെ സൃഷ്ടിച്ച ആ ദൈവം എല്ലാ ജീവികൾക്കും അവരുടെ ഇണയും സൃഷ്ടിച്ചു. അതിൽ എൻ്റെ മേഴ്സിക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധി ഫാദർ? തൻ്റെ കുട്ടികളെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയി കാണാൻ ഏതൊരച്ഛനും ആഗ്രഹിക്കാറുള്ളൂ. മതത്തിനു വേണ്ടി തൻ്റെ മകനെ ബലി കൊടുത്ത എബ്രഹാമിൻ്റെ കഥ ബൈബിളിൽ വായിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്ന് നേരിട്ട് കണ്ടു ഫാദർ. ദൈവത്തിന് ബലി കൊടുക്കുന്നത് തെറ്റാണ് പോലും. എൻ്റെ മേഴ്സിയും ബലി കൊടുക്കല്ലേ? അപ്പോഴത് തെറ്റല്ലേ ഫാദർ? നിങ്ങളെപ്പോലെ ഒരു ഫാദർ കാമിതാക്കൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തതുകൊണ്ടാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. ഫാദർ, മതങ്ങൾ എപ്പോഴും മനുഷ്യനെ പിരിക്കാറേ ഉള്ളൂ. എന്നാൽ പ്രേമം മാത്രമേ മനുഷ്യനെയും മതങ്ങളെയും തമ്മിൽ ചേർത്ത് വയ്ക്കാറുള്ളൂ. നിങ്ങളൊരു കന്യാസ്ത്രീയായി കാണാൻ ആഗ്രഹിക്കുന്ന മേഴ്സിയെ ഒരു കുടുംബിനിയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടെൽ മീ ഫാദർ, അത് തെറ്റാണോ? ബൈബിളിലെ വചനങ്ങൾ എനിക്കിഷ്ടമാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്. എന്റെ മേഴ്സി എനിക്ക് കിട്ടുന്നതുവരെ ഞാൻ എല്ലാം സഹിക്കും ഫാദർ. എന്തെന്നാൽ എന്റെ പ്രേമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഫാദർ. God bless you, my son. God bless you. മെർസി, 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 എന്ത് പറ്റി മോളെ? ഉറക്കത്തിൽ പോലും അവൻ എന്നെ ശല്യം ചെയ്യാ. സാരമില്ല, വെള്ളം ഡാഡി, അവൻ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാ. എനിക്ക് പേടിയാവുന്നു. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. നീ പേടിക്കാതെ കിടക്കും മോളെ, ഒന്നുമില്ല. ജീസസ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഉറങ്ങും മോളെ, സമാധാനമായിട്ട് ഉറങ്ങും.
വേഗം വാടാ. വേഗം വാ, വേഗം വാ. ഡോക്ടർ, യെസ്, ഹൗ ഈസ് മൈ സൺ? ഹിസ് ഫൈൻ. പേടിക്കാനൊന്നുമില്ലല്ലോ? ഹെഡ് ഇഞ്ചുറി എന്തെങ്കിലും? ഒന്നുമില്ല. ചെറിയൊരു മയക്കത്തില്ല, കുറച്ച് നേരത്തിനുള്ളിൽ ശരിയാവും. ഹി ഈസ് റിക്കവറിംഗ്. താങ്ക് യു, താങ്ക് യു ഡോക്ടർ. Hi, Dad. Madhu? Madhu, how are you feeling now? Are you okay? എപ്പോഴാണ് ഡാഡി വന്നത്? ഞാനിന്ന് മോർണിംഗ് വന്നു മോനെ. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇനിയും എൻ്റെ മോനെ നിനക്ക് ആ പെണ്ണിനെ വേണമെന്നാണോ? യെസ് ഡാഡ്. ഓൾ റൈറ്റ്. പുതിയതായി വന്ന കുട്ടികളുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഫാദർ. അവരെ നന്നായി നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഓക്കേ ഫാദർ. ഈ നാട്ടിലുള്ള ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ സാധിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞു ഫാദർ. ഫാദർ, എനിക്കെൻ്റെ മകൻ്റെ ജീവൻ വേണം ഫാദർ. അവൻ എന്ത് തെറ്റാണ് ചെയ്തത് ഫാദർ? ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. അതത്ര വലിയ തെറ്റാണോ ഫാദർ? അതിനെൻ്റെ മകനെ തല്ലിച്ചതച്ച്. റിലാക്സ്, കരയാതിരിക്കൂ. നിങ്ങൾ? ഞാൻ മധുവിൻ്റെ ഫാദർ, ലണ്ടനിൽ നിന്ന് വരികയാണ്. മതമല്ല, മനുഷ്യനാണ് വലുതെന്ന് നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുകയാണ് ഫാദർ. പ്ലീസ് ഫാദർ, പ്ലീസ്. താങ്ക് യു, താങ്ക് യു ഫാദർ. പ്ലീസ് കം ഇൻ. ഫാദർ വരണം, ഫാദർ വരണം. ഗോഡ് ബ്ലസ് യു സേവിയർ, ഗോഡ് ബ്ലസ് യു. വരണം ഫാദർ, പ്ലീസ് വരൂ, ഇരിക്കൂ. മെഴ്സി, ഫാദർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വാ. ഇരിക്കണം സാർ, ഇരിക്കണം ഫാദർ, ഇരിക്കണം പ്ലീസ്. പിന്നെ എന്താ ഫാദർ പെട്ടെന്ന് ഇങ്ങോട്ട്? ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വന്നാ. ഫാദർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ഇതേവരെ നോ പറഞ്ഞിട്ടില്ല, അല്ലേ ഫാദർ? സേവിയർ, ഞാൻ നിങ്ങളോട് ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നതല്ല. പിന്നെ സേവിയർ, അത് ഗുഡ് മോർണിംഗ് ഫാദർ. അനുഗ്രഹം വാങ്ങും മോളെ. മേ ഗോഡ് ബ്ലസ് യു മൈ ചൈൽഡ്. എൻ്റെ മകളാ മേഴ്സി. വരട്ടെ ഫാദർ. പറയൂ ഫാദർ. ഇദ്ദേഹമാണ് ആ പയ്യൻ്റെ പപ്പ, ലണ്ടനിൽ നിന്ന് വന്നിരിക്കുക. ഈ ലോകത്തിൽ എന്തു വേണോ സാധിക്കത്തക്ക രീതിയിൽ ദൈവം എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. എൻ്റെ മകൻ മധു നിങ്ങളെ മകളെ സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ മകളെ എൻ്റെ മരുമകളാക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ടെന്ന് പറയരുത് പ്ലീസ്. നോ ഫാദർ, എൻ്റെ മോളെ അല്ലാതെ എന്ത് ചോദിച്ചെങ്കിലും ഞാൻ തന്നിരുന്നേനെ. ഒരു ക്രിസ്ത്യാനിയായി, ഫാദറായി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീട് തേടി വരാവുന്നതാണ്. കല്യാണ ബ്രോക്കറായിട്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കില്ല ഫാദർ. ദയവേത് പോണം. വരട്ടെ. മധു, നിന്നോടുള്ള വിശ്വാസത്തോടെയാണ് മോനെ ഞാനിന്ന് മടങ്ങിപ്പോകുന്നത്. നീ കുറച്ചുകൂടി ഇന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് തിരികെ വന്നേക്ക്. ഓക്കെ ഡാഡ്. Cheer up. Okay, Dad. All the best.
Take care. Bye, Dad. Hey, Madhu. Madhu. Hi, Madhu. How are you? നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു മധു. നിനക്കായിട്ട് മേഴ്സിയോട് ഞാൻ സംസാരിച്ചു നോക്കാം. ഞാൻ അന്ന് നിന്നോട് ഫോണിൽ സംസാരിക്കുമ്പോഴേ പറഞ്ഞതല്ലേ അവനോട് നേരിട്ട് പോയി സംസാരിക്കാൻ. നീ അത് ചെയ്തില്ല. എത്രയോ തവണ നീ എന്റെ സ്വഭാവം മാറ്റം പറഞ്ഞു. ഞാൻ മാറിയില്ലേ? പെണ്ണായി ജനിച്ചാൽ ലൈഫിലൊരു പുരുഷനെ സ്വീകരിച്ചേ മതിയാവൂ. നിന്റെ ലൈഫിൽ ഒരാൾ വന്നില്ലേ? ദാറ്റ്സ് നേച്ചർ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, ലവ് ഇസ് ഗോഡ്. നിനക്ക് കർത്താവിനോടുള്ള വിശ്വാസമാണോ വലുത്, അല്ല അവന് നിന്നോടുള്ള സ്നേഹമാണോ വലുത്? ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ട് സംസാരിക്കുക തന്നെ വേണം. നിനക്ക് കർത്താവിനോടുള്ള വിശ്വാസമാണോ വലുത്, അല്ല അവന് നിന്നോടുള്ള സ്നേഹമാണോ വലുത്? ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ട് സംസാരിക്കുക തന്നെ വേണം. പേരിൽ മാത്രം കരുണയുള്ള നിനക്ക് എന്റെ മേൽ എപ്പോൾ കരുണയുണ്ടാവും മധു? നടന്നതെല്ലാം ഓർത്ത് എനിക്കും വിഷമമുണ്ട്. ജീസസിന്റെ കരുണ കൊണ്ട് നീ ജീവനോടെ ഇരിക്കുന്നു. വീണ്ടും എൻ്റെ അച്ഛൻ കാണുന്നതിന് മുൻപ് നീ ഈ മാഹി വിട്ടു പോണം പ്ലീസ്. പറ്റില്ല. എത്ര കാലം നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താലും നിന്നോട് എനിക്ക് പ്രേമം ഉണ്ടാവില്ല. ഇപ്പോഴും നല്ല ഒരു കാലത്തും ഉണ്ടാവില്ല. കാരണം ഒരു ശരാശരി പെണ്ണിനുള്ള ഒരു വികാരവും എനിക്കില്ല. ദാ ഈ പാറ പോലെയാ, വെറും ജഡം. അത് പിന്നെ നീ തന്നെ നിന്നെപ്പറ്റി തെറ്റിദ്ധരിച്ചാൽ എങ്ങനെയാ? ഒരു പെണ്ണായി പിറന്നാൽ ഈ വയസ്സിൽ എല്ലാവർക്കും ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അത് നിൻ്റെ ഉള്ളിലും ഉണ്ട്. അത് ശരി, നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഞാനൊരു ജഡം, ഒരു ശരാശരി പെണ്ണാണെന്നൊക്കെ. നിനക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ്, 5 മിനിറ്റ് നീ അങ്ങനെ തന്നെ നിൽക്കേ. നീ അറിയാതെ തന്നെ നിന്നെ ഞാൻ തൊടും. നീ ജഡവണം തെളിയിക്ക്. നിന്നെ വിട്ട് ഇപ്പം തന്നെ ഞാൻ പോവാം. അപ്പം നിനക്ക് നിന്നിൽ വിശ്വാസമില്ല. All the best, Mercy. നീയറിഞ്ഞുവോ
നെഞ്ചിനാശകൾ നീയറിഞ്ഞുവോ നെഞ്ചിനാശകൾ മൊഴിയുകില്ലയോ നിന്റെ മാനസം ശ്വാസമായി നീ എൻ ജീവനിൽ താളം തേടും നാണം മേനിയിൽ ചേർന്നു പാടും മൗനരാഗഗീതം നമ്മൾ ഒന്നു ചേർന്നലിയുവാനരികിൽ വാ ഇന്നു നിൻ മൗനവും സമ്മതം നീയറിഞ്ഞുവോ നെഞ്ചിനാശകൾ തരളമെൻ മനം ഇതുവരെ അറിഞ്ഞതില്ലയോ പാതിമിഴികളാൽ എന്നെ നീ തിരഞ്ഞതില്ലയോ വിരലു തഴുകുന്നതോ നിൻ മൃദുലമോഹങ്ങളെ തഴുകുമീ കാറ്റുപോൽ നിന്നുടലു പൊതിയുന്നു ഞാൻ തീരതൻ നൂരകൾ പോലെ എൻ മനസ്സിൻ വനിയിൽ നീ വാ വാ വാനം ഭൂമി സാക്ഷിയായി നീ വാ നീയറിഞ്ഞുവോ നെഞ്ചിനാശകൾ മുഴിയുകില്ലയോ നിന്റെ മാനസം ശ്വാസമായി നീ എൻ ജീവനിൽ താളം തേടും നാണം മേനിയിൽ ചേർന്നു പാടും മൗനരാഗഗീതം നെഞ്ചിനാശകൾ
ഇതാണ് മേഴ്സി സത്യം. സത്യത്തെ ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല. കണ്ണാടിയിൽ പോയി നോക്ക്, നിനക്ക് നിന്നെ ഇഷ്ടമാവും. നിന്നെ നിനക്ക് ഇഷ്ടമായാൽ നീ പ്രേമിച്ചു തുടങ്ങും. പ്രേമം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നീ എന്നെ ഇഷ്ടപ്പെടും. ഒരിക്കലും കുമ്പസാര കൂട്ടിൽ ഞാൻ വരരുതെന്ന് ആഗ്രഹിച്ചു. നീ അവിടെ തന്നെ എന്നെ കൊണ്ടുവന്നല്ലോ കർത്താവേ. ഫാദർ, ഇത്രയും കാലവും ഞാൻ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെ ജീവിക്കുകയാണെന്നാണ് കരുതിയിരുന്നത് ഫാദർ. എന്ന് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഫാദർ. ഞാൻ ചെയ്ത ഈ പാപത്തിന് എനിക്ക് മാപ്പ് തരണം ഫാദർ. പ്ലീസ് പ്ലീസ് ഫോർഗീവ് മീ. നീ ചെയ്തതൊന്നും തന്നെ പാപമല്ല. കൊറിന്ത്യർ 7-ാം അധ്യായത്തിൽ 9-ാം വചനത്തിൽ, എന്നാലും അവർ സംയമനം സാധ്യമല്ലാത്തവരാണെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളട്ടെ, വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അവനെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് അവനെ തന്നെ വിവാഹം ചെയ്യുന്നതാണ്. കർത്താവ് നിന്നെ ആശീർവദിക്കുമാറാകട്ടെ. Thank God. ഹായ് ശങ്കർ, വാടാ. എന്താണ് എന്നോട് വരാൻ പറഞ്ഞത്? ഞാനിപ്പോ നല്ല മൂഡിലാടാ. എന്താ കാര്യം? എടാ, മേഴ്സിക്ക് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടി. വെരി ഗുഡ്. എന്റെ ആഗ്രഹം എല്ലാം നിറവേറാൻ പോകുന്നടാ. അത് ശരി. മേഴ്സി മേഴ്സി ഇവിടെ ഇല്ല, പള്ളി പോയിരിക്കുക. മേഴ്സി വന്നതിന് ശേഷം നമുക്ക് ഈ കാര്യം അവളോട് സർപ്രൈസ് ആയിട്ട് പറയാം. സെബാസ്റ്റ്യൻ, കഥ അടയ്ക്ക്. അങ്കിൾ, ചേച്ചി വരുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡോട്ടർ. You got it. പോയി ഫ്രഷ് ആയിട്ട് വാ. പോ. മനം ഇതുവരെ അറിഞ്ഞതില്ലയോ, പാതിമിഴികളാൽ എന്നെ നീ തിരഞ്ഞതില്ലയോ, വിരലു തഴുകുന്നതോ നിൻ മൃദുലമോഹങ്ങളെ, തഴുകുമീ കാറ്റുപോൽ നിന്നുടലു പൊതിയുന്നു ഞാൻ, തീരതൻ നൂരകൾ പോലെ എൻ മനസ്സിൻ വനിയിൽ നീ വാ വാ, വാനം ഭൂമി സാക്ഷിയായി നീ വാ.
എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം എല്ലാം നിനക്ക് നശിപ്പിക്കണോ അല്ലേ? നിനക്ക് വേണ്ടത് എന്റെ ശരീരം അല്ലേ? ഇതാ എടുത്തോ. ഇനി നീ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് വേണ്ടത് നിന്റെ ശരീരമല്ല, നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരിടം. അയ്യോ, നിന്റെ ചുണ്ടിൽ നിന്നും ഐ ലവ് യു എന്നൊരു വാക്ക്, അത് മതി മേഴ്സി. നീ ആരാ? നീ ആരാന്ന് നിനക്ക് മനസ്സിലാക്കാനേ പറ്റില്ലേ? കുഞ്ഞുനാൾ മുതലേ കർത്താവിന് മാത്രം ഇടം നൽകിയിരുന്ന എന്റെ മനസ്സിനെ കളങ്കപ്പെടുത്തിയില്ലേ? ഞാൻ നിനക്ക് എന്ത് പാപമാണ് ചെയ്തത്? ഇപ്പോഴെങ്കിലും ഐ ലവ് യു എന്ന് പറ മേഴ്സി. മേഴ്സി പ്ലീസ്, മേഴ്സി പ്ലീസ്, ഐ ലവ് യു എന്ന് പറ മേഴ്സി. മേഴ്സി, ഐ ലവ് യു എന്ന് പറ മേഴ്സി. ഐ ലവ് യു എന്ന് ഒരിക്കലെങ്കിലും പറ മേഴ്സി. വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത്. മേഴ്സി, പറ മേഴ്സി, ഇത് മതി മേഴ്സി. ഈ ജന്മത്തിലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ജെന്നിഫർ, നീ ആർക്ക് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു, അതേ കർത്താവിന് നമ്മുടെ കുഞ്ഞിന്. എന്നോട് ക്ഷമിക്കണം ഡാഡി. കർത്താവേ, ഞങ്ങളെ ആശീർവദിച്ചാലും. നെഞ്ചിനാശകൾ